സ്പെഷ്യൽ ആയിട്ട് ഗുജറാത്തിലെ ഹാൻഡ് കാരിഗേഴ്സ് ചെയ്യുന്ന വർക്കാണ് കച്ച് വർക്ക് എന്ന് പറയുന്നത്. ആ കച്ച് വർക്ക് സാരീസിന്റെ ഒരു പ്രത്യേക രീതിയിലാണ് അവർ എംബ്രോയിഡറി ചെയ്യുന്നത്. റിവേഴ്സ് ആയിട്ട് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോട്ട് ഡോട്ട് പോലെ എംബ്രോയിഡറി കാണുന്നത്. ഫുൾ ഫാബ്രിക്കിന്റെ ത്രെഡിന്റെ മുകളിൽ ഇങ്ങനെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കച്ച് വർക്ക് എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ട് ഗുജറാത്തി വർക്കാണ്. എന്നാൽ അത് ടെസർ സിൽക്ക് ഒക്കെ ചെയ്ത് വരുമ്പോൾ വളരെ പ്രീമിയം ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് വരുന്ന സാരിയാണ്. കച്ച് വർക്കിന്റെ അതേ ഹാൻഡ് കച്ച് വർക്കിന്റെ അതേ ലുക്ക് ആൻഡ് ഫീൽ കൊണ്ടുവന്നിരിക്കുന്ന സെമി ടെസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഇത് ക്ലോസർ ആയിട്ട് നോക്കുമ്പോൾ കാണാം ഇത് കച്ച് വർക്കിന്റെ അതേ ഫീലിംഗ് കൊണ്ടുവന്നിരിക്കുന്ന അതേ ഫിനിഷിംഗ് കൊണ്ടുവന്നിരിക്കുന്ന മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന നല്ലൊരു റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് റെഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ. ഫാബ്രിക് വരുന്നത് സെമി ടെസർ ഫാബ്രിക് ആണ് കേട്ടോ. സെമി ടെസർ ഫാബ്രിക്കില് ബഡ്ജറ്റ് റേഞ്ചിലാണ് ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ കളർ വേരിയൻസ് അവൈലബിൾ ആയിട്ടുള്ള 2 കളേഴ്സ് ആണ്. ഗ്രീൻ, ലൈറ്റ് ടീൽ ഗ്രീൻ ആൻഡ് ഡാർക്കർ ബ്ലൂ കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഇതിന്റെ റിവേഴ്സ് കോമ്പിനേഷൻ ബ്ലൂ ആൻഡ് ടീൽ ഗ്രീൻ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയുടെ കളക്ഷൻ. 3 കളേഴ്സ് ആണ്. 3 പ്രെറ്റി ആയിട്ടുള്ള കളേഴ്സിലാണ് സാരി അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഈ സാരിയുടെ ഞാൻ കൊടുത്തിരിക്കുന്ന സാരിയുടെ ഒരു ക്ലോസർ വ്യൂ കണ്ടു കഴിഞ്ഞാൽ ബോർഡർ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്, ബോർഡർ ഫിനിഷ് വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. ബ്ലാക്ക് കളറിൽ കച്ച് വർക്കിനോട് സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, മെഷീൻ എംബ്രോയിഡറി, കമ്പ്യൂട്ടറൈസ്ഡ് മെഷീൻ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ആണ്. ലോങ്ങർ വ്യൂവിലും അല്ലെ ഫോട്ടോയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒറിജിനൽ ഹാൻഡ് കട്ട് വർക്ക് പോലെ തന്നെ വരുന്ന സാരിയാണ് കേട്ടോ. ആ കച്ച് വർക്കിന്റെ പ്രത്യേകത ഉണ്ടോ, അത് ആ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഡിസൈൻസ് പോലെയാണ് കച്ച് വർക്ക് ചെയ്തു വരുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ലോവർ പോർഷനിൽ സ്കാറ്റർ ചെയ്തിട്ട് ഈ കച്ച് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കാണാം. ഇത് നല്ല ഭംഗിയുള്ള ടീൽ ഗ്രീൻ ആൻഡ് ഡാർക്കർ ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നത് ടീൽ ഗ്രീനില് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. സാരിയിൽ ഇതുപോലെ തന്നെ ഡിസൈൻ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത്. പ്ലീറ്റിന്റെ പോർഷനിലാണെങ്കിൽ ഹാഫ് ആയിട്ടാണ്, അപ്പർ പോർഷനിൽ ഫുള്ളായിട്ടും എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നിട്ടാണ്. അടുത്ത സാരിയുടെ കളക്ഷൻ RP447 ആണ് ഈ പ്രോഡക്റ്റിന്റെ കോഡ് വരുന്നത്. ഇതിന്റെ പ്രൈസ് ഞാൻ ലാസ്റ്റ് പറയാം. ഒരു കളർ വേരിയന്റുകൾ വരുന്നുണ്ട്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നേവി ബ്ലൂ ആൻഡ് ടീൽ ഗ്രീൻ കോമ്പിനേഷൻ. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസ് ഞാൻ കാണിച്ചു തരാം. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ആണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എഡ്ജസിലും ഈ സെയിം ഫിനിഷിംഗ് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എഡ്ജിലും സെയിം ഫിനിഷിംഗ് വരുന്ന പോലെ ഉള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. RP447 ആണ് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 2499. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സിൽക്കി കോട്ട ഫാബ്രിക്കിൽ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കാണ്. ലോവർ പോർഷനിലാണ് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത്. ഒരു ലീവ്സിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഫെദർ പോലെയൊക്കെയുള്ള സ്റ്റിച്ചാണ് ഇതിൽ എംബ്രോയിഡറി ആയിട്ട് വന്നേക്കുന്നത്. ഇതുപോലെ ഈ സെയിം കളർ കോമ്പിനേഷൻസിലും അല്ലെങ്കിൽ ഇതേ സെയിം കോൺസെപ്റ്റിലുള്ള സാരീസ് ഇതിനു മുമ്പ് TOT 139 എന്ന കോഡിൽ നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നു. TOT 139 ഇപ്പോഴും അത് പ്രീ ഓർഡറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയാണ്. അപ്പോൾ അതേ സെയിം കോൺസെപ്റ്റിൽ തന്നെ ഡിസൈൻ വ്യത്യാസത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. 6 ഡിഫറെൻറ്റ് കളർ ടോൺസിലാണ് ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. TOT 140 ആൻഡ് 141 എന്നീ കോഡ്സിൽ മൂന്ന് പ്രോഡക്ട്സ് വെച്ചിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇപ്പോൾ TOT 140 എന്ന കോഡിൽ ഒരു ലൈറ്റർ പീച്ച് ടോണി വന്നേക്കുന്ന സാരി, നല്ല ഭംഗിയുള്ള പീച്ച് ടോൺ. ഇതിൽ ഫുൾ സാരിയിൽ സ്കാറ്റേഡ് ആയിട്ട് ഈ ലീഫ് ഡിസൈൻ, ബോർഡർ ഡീറ്റെയിലിംഗ് വന്നേക്കുന്നത് ഇതുപോലത്തെ ലീഫ് പാറ്റേൺ ആട്ടോ. ലീവ്സിൻ്റെ ബഞ്ചസ് ആയിട്ട് വരുന്ന റണ്ണിങ് സ്റ്റിച്ചിൽ സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ചിൽ ചെയ്തേക്കുന്ന എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. ഫുൾ സാരിയിൽ ഇങ്ങനെ സെയിം തന്നെ റണ്ണിങ് ബ്ലൗസാണ്. ഇതിൽ ബ്ലൗസിൻ്റെ സ്ലീവ്സിൽ ഈ ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. സിൽക്കി കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഷീനുള്ള ഫാബ്രിക്കാണ്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുള്ള, ഉടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ.
ഇത് ഫസ്റ്റ് സാരി TOT 140A 1399 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് 140B കോഡിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള ടീൽ ഗ്രീൻ കളർ. ടീൽ ഗ്രീനിൽ സെയിം കോൺസെപ്റ്റിൽ തന്നെ വരുന്ന സാരി. നെക്സ്റ്റ് വരുന്നത് TOT 140C ഒലിവ് ഗ്രീൻ ടോണിൽ സെയിം എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്, നല്ല ഭംഗിയുള്ള ലീഫ് ഡിസൈൻ. ഇനി നെക്സ്റ്റ് വരുന്ന കോഡ് TOT 141 ആണ്. TOT 141 കോഡിലും സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ, നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ആൻഡ് പേർപ്പിൾ മിക്സ് ആയിട്ടുള്ള ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന സാരി. നെക്സ്റ്റ് വരുന്നത് TOT 141B വേരിയൻറ്റ്. അത് ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന ഒരു ലൈറ്റർ ഓറഞ്ച് ടോൺ, ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയാവുന്ന ഒരു പേസ്റ്റൽ ടോണിൽ വന്നേക്കുന്ന സാരി. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നല്ല പ്രിറ്റി ആയിട്ടുള്ള മസ്റ്റർഡ് യെല്ലോ ടോൺ. മസ്റ്റർഡ് യെല്ലോയിൽ സെയിം ഡിസൈൻ പാറ്റേൺ തന്നെ. TOT 141C ആണ് കേട്ടോ ഈ പ്രോഡക്റ്റിൻ്റെ കോഡ് വരുന്നത്. എല്ലാം 1399 പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 6 ഡിഫറെൻറ്റ് കളർ ടോൺസിൽ 140 ആൻഡ് 141, TOT 140 ആൻഡ് 141 എന്നീ 2 കോഡ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. 1399 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഈ സാരീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെക്ക് ഇറ്റ് ഔട്ട് അറ്റ് www.aham.store. എല്ലാ സാരീസിൻ്റെയും ഡ്രൈപ്ഡ് ആയിട്ടുള്ള ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. താങ്ക് യു. ഷിഫോൺ ദുപ്പട്ടാസ് ഒരു ബിഗ് റിക്വയർമെൻ്റ് ആണെന്ന് ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ഇറ്റ് മേക്സ് ഇറ്റ് റിയലി, എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിക്വയർമെൻറ്റ് വളരെ സെൻസിബിൾ ആണ്. ബിക്കോസ് ഇറ്റ്സ് വൺ ഓഫ് ദി മോസ്റ്റ് കംഫർട്ടബിൾ ദുപ്പട്ടാസ്. ബിക്കോസ് ആ ഒരു ദുപ്പട്ടാസ് ഇഷ്ടപ്പെടുന്നവർക്ക് പക്ഷേ അതിൻ്റെ ഒരു വെയിറ്റ് ഇല്ലാണ്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ്. ആൻഡ് യെസ്റ്റർഡേ വി ഹാവ് എ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ച് റെഡി ടു വെയർ, അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വന്നിരിക്കുന്ന സൽവാർ സെറ്റ്സ്. ആൻഡ് 1299 ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊരു ഒക്കേഷന് വേണമെങ്കിലും വെയർ ചെയ്യാം കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് മെറ്റീരിയൽ ഒരു റോ സിൽക്കിൻ്റെ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് റോ സിൽക്കിൻ്റെ ഫിനിഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ആക്ച്വലി ലുക്സ് ലൈക്ക് റോ സിൽക്ക്. അതിൻ്റെ ഒരു കളർ ടോണും അതിൻ്റെ ഒരു എല്ലാം അതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിട്ടുള്ള പവലൂൺ ഫാബ്രിക്കിലാണ് ഇത് ചെയ്തേക്കുന്നത്. ആൻഡ് അജ്രക് ഇൻസ്പയർഡ് ആയിട്ട് വന്നിരിക്കുന്ന ഫാബ്രിക്കിൻ്റെ യോക്ക് പാച്ച് വിത്ത് എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് നല്ല രസമായിട്ടാണ്. ഇതിപ്പോൾ നമുക്ക് നെക്ക് കട്ട് ചെയ്ത് വരുന്ന അത്രയും പോർഷൻ വരെയൊക്കെയാണ് ആ ഒരു ബീഡിങ്സ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ആൻഡ് ദുപ്പട്ട ഇറ്റ്സ് ഓൾസോ വെരി നൈസ്. അതിനകത്തൊരു വീവ് ടെക്സ്ചർ വരുന്ന ഷിഫോൺ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് എംബ്രോയിഡറി ആക്ച്വലി. ഇറ്റ്സ് വെരി നീറ്റ്ലി ഫിനിഷ്ഡ്. നല്ല ഫാബ്രിക്കാണ് കേട്ടോ, അങ്ങനൊരു ടെക്സ്ചർ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് പ്ലെയിൻ ആസ് വെൽ. ആൻഡ് പാച്ച് ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് യോക്കിൻ്റെ പാച്ച് വന്നിരിക്കുന്നത്, അതേ മെറ്റീരിയൽ. ആൻഡ് ബോട്ടം അതേ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ബോട്ടമാണ് അതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് കംസ് ഇൻ 3 different shades. So this is a really beautiful maroon shade, and then we have a brown tone, chocolate brown shade ആണ്. ഫസ്റ്റ് വണ്ണകത്ത് ഒരു നേവി കോമ്പിനേഷൻ അജ്രക് ഇൻസ്പയർഡ് ആയിട്ടുള്ള പ്രിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അത് കോട്ടണിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് കോട്ടൺ. ആൻഡ് ദെൻ വി ഹാവ് brown with maroon and navy with bright red കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് തുറന്ന് കാണുമ്പോൾ ഉള്ള ഒരു ലുക്കിന് വേണ്ടിയിട്ട്. ദിസ് മെറ്റീരിയൽസ് ആക്ച്വലി റിയലി ഗുഡ്. നമുക്കൊരു ഷോർട്ട് ടോപ്സിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ഫിറ്റിങ്ങിലും ഫ്ലാറ്റ് ഫ്രണ്ട് ആയിട്ടും ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അങ്ങനത്തെ ഒരു ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി പെയർ ഇറ്റ് വിത്ത് ഡിഫറെൻറ്റ് tops as well. And this is the dupatta. നല്ല ദുപ്പട്ട കുറച്ചും കൂടി ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പാനലിംഗ് പാച്ച് ചെയ്തേക്കുന്ന ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് പാച്ച് ചെയ്തേക്കുന്ന ലുക്കാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ആണ് എൻ്റെ ടോപ്പിൻ്റെ ലുക്ക് വരുന്നത്. നൈസ് കോമ്പിനേഷനാണ്. ആൻഡ് ദെൻ കുറച്ചും കൂടി ഒരു ബ്രൈറ്റർ ഓപ്ഷൻ നോക്കുന്നവർക്ക് have this top, this is the bottom, and this is the dupatta. 3 ഷെയ്ഡ്സിനകത്ത് ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PFS 167, പ്രൈസ് അറ്റ് 1299. അതിൻ്റെ ലുക്ക് ഇറ്റ്സ് വെരി എന്താ പറയുക, ആ ഒരു ഫാബ്രിക്കാണ് ഇതിനകത്ത് നമുക്കൊരു ഒക്കേഷൻ ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്ക് അതിനകത്ത്. പിന്നെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് ഇസ് ഓൾസോ വെരി നൈസ്. നല്ല രസമാണ് കേട്ടോ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ്. അതിനകത്ത് ഇങ്ങനെ ഒരു
സിക്സാക് പാറ്റേൺ ഉണ്ട്, ഇൻ ബിറ്റ്വീൻ ആയിട്ട് ആ ഒരു ബീഡ്സ് ഫില്ല് ചെയ്തിട്ട് പേൾസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ ചെക്ക് ഇറ്റ് ഔട്ട്, www.aham.store.